പ്യാരെ ബച്ചോ ആദാബ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കാബൂളിവാല എന്ന നല്ല ഒരു കഥ കേൾക്കുകയുണ്ടായി. ഇനി നമുക്ക് അതിലെ പഠന പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കാം. എല്ലാവർക്കും കഥ മനസ്സിലായിട്ടുണ്ടാകും. ആരാണ് കഥാകൃത്ത്, ആരാണ് ഈ കഥ എഴുതിയത്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. നമുക്കറിയാം, നമ്മുടെ ദേശീയഗാനം ജനഗണമന എന്ന ദേശീയഗാനം എഴുതിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ് ടാഗോർ के बारे में നോട്ട് തയ്യാർ കീജിയെ. നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ഈ കഥയുടെ ശേഷം പേജ് നമ്പർ 20 അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് തന്നെ ഒന്ന് വായിച്ചു നോക്കാം. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ജബാൻ കെ മഷഹൂർ ഷായർ. അദ്ദേഹം രവീന്ദ്രനാഥ് ടാഗോർ ആരായിരുന്നു? ബംഗാളി ഭാഷയുടെ പ്രശസ്തനായ കവിയായിരുന്നു. അഫ്സാന നിഗാർ എന്ന് പറഞ്ഞ സ്റ്റോറി റൈറ്റർ, ഒരുപാട് കഥകൾ എഴുതിയ ആളായിരുന്നു. നോവൽ നിഗാർ, അദ്ദേഹം ഒരു നോവൽ എഴുത്തുകാരനായിരുന്നു. മുക്കാലിമ നിഗാർ और ഇൻഷായിയ നിഗാർ ഹീം, അദ്ദേഹം നല്ല എസ്സേ റൈറ്ററും കൂടി ആയിരുന്നു. वो 7 मई 1861 ईस्वी में कलकत्ता में पैदा हुए. അദ്ദേഹം 1861 മെയ് മാസം 7-ാം തീയതി കൽക്കത്തയിൽ ജനിച്ചു. उनकी पहली किताब सिर्फ 17 बरस की उम्र में शाई हुई. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം അദ്ദേഹത്തിന് 17 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പ്രസിദ്ധീകരിച്ചു. 1913, അതായത് 1913 1913 में अदब के सिलसिले में नोबल प्राइज़ मिला. അദ്ദേഹത്തിന് സാഹിത്യപരമായിട്ട് നോവൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടി. സാഹിത്യത്തിൽ നോവൽ പ്രൈസ് 1913 രവീന്ദ്രനാഥ് ടാഗോറിന് കിട്ടി. हिंदुस्तान का कौमी तराने जनगण मना उनकी शेरी मजमुआ गीतांजलि से लिया है. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന എന്ന കവിത അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ ഗീതാഞ്ജലിയിൽ നിന്ന് എടുത്തതാണ്. 7 ആഗസ്റ്റ് അദ്ദേഹം 1941 ആഗസ്റ്റ് 7-ാം തീയതി ഉൻക ഇന്തിക്കാൽ ഹുവ. 1941 ആഗസ്റ്റ് 7-ാം തീയതി അദ്ദേഹം മരണപ്പെട്ടു. ഇത്രയും കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ നമുക്ക് ഇത്ര മാത്രം മതി. അടുത്ത നമ്മുടെ പാഠപുസ്തകത്തിൽ ചോദ്യം നോക്കിയേ. കഹാനി കാബൂളിവാല के अहम किरदारों का नाम रहमत है. बच्चों, इस कहानी के और किरदार कौन कौन है? पसंदीदा किरदार पर നോട്ട് ലിഖിയേ. നമ്മോട് പറഞ്ഞത്, കുട്ടികളെ, കാബൂളിവാല എന്ന കഥയിലെ മുഖ്യ കഥാപാത്രം റഹ്മത്താണ്, അല്ലേ? നമ്മുടെ കാബൂളിവാലയുടെ പേരെന്താണ്? റഹ്മത്ത് എന്നാണ്. ബച്ചോ, കുട്ടികളെ, ഇസ് കഹാനി കെ ഓർ കിർദാറോ കോൻ കോൻ ഹേം, മറ്റു കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഈ കഥയിലെ? പസന്ദീദ കിർദാർ പർ നോട്ട് ലിഖിയെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുക. ആരൊക്കെയാണ് ഈ കഥയിലുള്ളത്? ഒന്ന് റഹ്മത്ത് തന്നെയാണ്, അല്ലേ? പിന്നെ ആരാണ്? മുന്നി, അല്ലേ? രണ്ടാമത് മുന്നിയാണ്. പിന്നെ ആരാണുള്ളത്? മുന്നിക്ക് മാം, അല്ലേ? മുന്നിയുടെ അമ്മ. പിന്നെ ആരാളുള്ളത്? രവീന്ദ്രനാഥ് ടാഗോർ, അല്ലേ? മുന്നിയുടെ അച്ഛനാണ്. ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ കഥയിൽ ഉള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റഹ്മത്തിനെ കുറിച്ച് എഴുതാം. എല്ലാവരും ശ്രദ്ധിക്കുക. റഹ്മത്ത് കാ കിർദാർ എന്ന് ഹെഡിങ് കൊടുക്കുക. റഹ്മത്ത് രവീന്ദ്രനാഥ് ടാഗോർ കെ കഹാനി കാബൂളിവാല കെ അഹം കിർദാർ ഹെ. റഹ്മത്ത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കഥയായ കാബൂളിവാലയുടെ മുഖ്യ കഥാപാത്രമാണ്. മെയിൻ കഥാപാത്രം ആരാണ്? റഹ്മത്താണ്. बाकी तमाम किरदार उसके अर्द गिर्द घूमते फिरते रहते हैं.
ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇരിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലേ? അതായത് മുന്നിയുണ്ട്, മുന്നിയുടെ മാമുണ്ട്, മുന്നിയുടെ അച്ഛനുണ്ട്, ഇവരൊക്കെ എന്താണ് അദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിത്തിരിയാണ്. അതല്ലാതെ ഇതിലെ മെയിൻ കഥാപാത്രം റഹ്മത്ത് തന്നെയാണ്. കാബൂളി വാല കെ കന്ധേ പർ മേവെ കെ തേല ഔർ ഹാത്ത് മേം അങ്കുറം കി പട്ടാരി തി. കാബൂളി വാലയുടെ തോളിൽ ഒരു തുണിസഞ്ചി ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുന്തിരിയുടെ ഒരു പാത്രം, ഉണക്കമുന്തിരി നിറച്ച ഒരു പാത്രവും ഉണ്ടായിരുന്നു. റഹ്മത്ത് മോട്ടെ മോട്ടെ കപ്പടേക്ക കുർത്ത പഹൻത്തെ തെ. അദ്ദേഹത്തിൻ്റെ വേഷം, റഹ്മത്തിൻ്റെ വസ്ത്രം എങ്ങനെയായിരുന്നു? നല്ല തടിച്ച ശീല കൊണ്ടുള്ള ഒരു കുർത്തയായിരുന്നു. നല്ല കട്ടിയുള്ള ശീല ഉപയോഗിച്ചുള്ള ഒരു കുർത്തയായിരുന്നു റഹ്മത്തിൻ്റെ വേഷം. പകടി ബാധത്തെ, അദ്ദേഹം ഒരു തലപ്പാവ് ധരിച്ചിരുന്നു. തലക്കെട്ട് പോലുള്ള നമ്മൾ ചിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരു തലപ്പാവ് തലക്കെട്ട് ധരിച്ചിരുന്നു. റഹ്മത്തേക്ക് ലംബ ആത്മീത്ത്, അദ്ദേഹം നല്ല നീളമുള്ളൊരു മനുഷ്യനായിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കുക. ഇസ് കഹാനി മേം റഹ്മത്ത് മുന്നി കാ ദോസ്ത് ഹെ. ഈ കഥയിൽ റഹ്മത്ത് മുന്നിയുടെ സുഹൃത്താണ്. വോ ഹർ ദിൻ മുന്നി കെ ഘർ മേം ആത്തെ തെ. അദ്ദേഹം എല്ലാ ദിവസവും മുന്നിയുടെ വീട്ടിൽ വന്നിരുന്നു. വോ മുന്നി കോ ബാദാം ഔർ കിസ്മിസ് ദേത്തെ തെ. അദ്ദേഹം മുന്നിക്ക് സൗജന്യമായിട്ട് തന്നെ ബദാമും അതുപോലെ ഉണക്കമുന്തിരിയുമൊക്കെ നൽകിയിരുന്നു. റഹ്മത്ത് കോ മുന്നി കി തര ഏക് ബേട്ടി തി. റഹ്മത്തിന് മുന്നിയുടെ അതേ പ്രായമുള്ള, മുന്നിയെപ്പോലെ തന്നെയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. റഹ്മത്ത് അപ്പിനി ബേട്ടി കി തര മുന്നി കോ ഭി പ്യാർ കർത്തേ തെ. റഹ്മത്ത് തൻ്റെ മകളെപ്പോലെ തന്നെ മുന്നിയെയും സ്നേഹിച്ചിരുന്നു. एक बार रहमत और एक चपरासी की बीच में झगड़ा हुआ. ഒരു ദിവസം ഒരു പ്രാവശ്യം റഹ്മത്തും ഒരു ക്ലർക്കുമായി ചെറിയ കശപിശ ഉണ്ടായി. ചെറിയ ജഗടാറിൻ്റെ കലഹം, കച്ചറ ഉണ്ടായി. റഹ്മത്ത് ഉസ്സാ ഓക്കർ ഇസ് ചപ്പരാസി കോ ചുരി സെ മാര. റഹ്മത്ത് ദേഷ്യം വന്നിട്ട് ഈ ക്ലർക്കിനെ തൻ്റെ കത്തി കൊണ്ട് ആക്രമിച്ചു. ഇസ് ജുറും മേം റഹ്മത്ത് കോ 7 സാൽ കി സസ മിൽ ഗയി. ഈ കുറ്റത്താൽ, ഈ ഒരു കുറ്റം അദ്ദേഹം ചെയ്തതുകൊണ്ട് റഹ്മത്തിന് നീണ്ട 7 വർഷക്കാലം ജയിൽ ശിക്ഷ ലഭിച്ചു. ജയിൽ സെ റിഹാ ഹോക്കർ വോ മുന്നി കോ ദേഖ്നെ കെ ലിയെ ആയ. ജയിൽവാസം കഴിഞ്ഞ് ജയിൽ മോചിതനായ ഉടനെ തന്നെ അദ്ദേഹം മുന്നിയെ കാണാൻ വേണ്ടി വന്നു. ഉസ് ദിൻ മുന്നി കി ഷാദി തി. ആ ദിവസം മുന്നിയുടെ വിവാഹമായിരുന്നു. മുന്നി കോ ദേഖ് കർ വോ ഘബരാ ഗയി. മുന്നിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ ബേജാറായി, നല്ല ടെൻഷൻ വന്നു. എന്തായിരിക്കും കാരണം? അദ്ദേഹത്തിൻ്റെ മുന്നിയെപ്പോലുള്ളൊരു മകള് അദ്ദേഹത്തിനുമുണ്ട്, അല്ലേ? മുന്നിയുടെ അതേ പ്രായമായി കാണുമെന്നൊക്കെ അദ്ദേഹം വിചാരിച്ച് അദ്ദേഹത്തിന് ആകെ ടെൻഷൻ തോന്നി. ഇനി അടുത്ത ചോദ്യം നോക്കുക. മുന്നിക്ക് നമ്മോട് പറഞ്ഞത് കഹാനി കാബൂളി വാല ആപ്കോ കൈസേ ലഗി ഹേ. ഈ കാബൂളി വാല എന്ന കഥ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എങ്ങനെയുണ്ട് ഈ കഥ? ഇനി അടുത്ത ചോദ്യം. ബച്ചോ कहानी का पसंदीदा हिस्सा चुनकर मुकालिमा तैयार कीजिए और फितरी अंदाज में रोल प्ले के ज़रिए पेश कीजिए. ഈ കഥയുടെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് നമ്മോട് ഒരു സംഭാഷണ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞത്, ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. നിങ്ങൾ ചോദ്യം എഴുതിക്കോളൂ. മുന്നി और കാബൂളി വാല के बीच में हुई गुफ्तगू तैयार कीजिए. മുന്നിയുടെയും കാബൂളി വാലയുടെയും ഇടയിൽ നടന്ന സംഭാഷണം തയ്യാറാക്കുക. സംഭാഷണം എഴുതുമ്പോൾ, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നമസ്കാരം എന്ന് പറയും, അല്ലേ? അറബിയിലാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയും. നമ്മൾ ഉറുദുവിൽ ആദാബ് എന്നാണ് പറയേണ്ടത്. കാബൂളി വാല ആദാബ് എന്ന് പറഞ്ഞു. മുന്നിയും തിരിച്ച് ഇങ്ങോട്ട് ആദാബ് എന്ന് പറയുന്നു. അടുത്തത് കാബൂളി വാല ചോദിക്കുന്നത് ആപ്കോ കിസ്മിസ് और ബാദാം ചാഹിയെ. മുന്നിയും കാബൂളി വാലയും തമ്മിൽ കണ്ടുമുട്ടാണ്, അല്ലേ? ആ സമയത്ത് അവർ നടത്തുന്ന സംഭാഷണമാണ് നമ്മൾ എഴുതുന്നത്. രണ്ടുപേരും പരസ്പരം നമസ്കാരം പറഞ്ഞു. ഇനി കാബൂളി വാല പറയാണ് ആപ്കോ കിസ്മിസ് और ബാദാം ചാഹിയെ. നിങ്ങൾക്ക് ബാദാമും ഉണക്കമുന്തിരിയൊക്കെ വേണോ? മുന്നി പറയുന്നു നെഹി. ആപ്കി ഇസ് തൈലീമേ ക്യാ ഹേ.
എനിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഈ തൈലിയിൽ എന്താണ്, നിങ്ങളുടെ ഈ സഞ്ചിയിൽ എന്താണുള്ളത്? കാബൂളിവാല പറഞ്ഞു, ഇസ്മേം കിഷ്മിഷ് और ബദാം ഹേ, ഇതിൽ കുറേ ഉണക്കമുന്തിരിയും ബദാമൊക്കെയാണ് ഉള്ളത്. മുന്നി പറയുന്നു, മുന്നിക്ക് ആദ്യം ഒരു പേടിയുണ്ട് അല്ലേ, മുന്നിയുടെ അമ്മ മുന്നിയോട് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. കാബൂളിവാലയുടെ സഞ്ചിയിൽ കുട്ടികളെ പിടിച്ചുകൊണ്ടുള്ള സഞ്ചിയാണെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. മുന്നിക്ക് ആ ടെൻഷൻ മുന്നിക്കുണ്ട്. മുന്നി കാബൂളിവാലയോട് ചോദിക്കുകയാണ്, അമ്മീനെ ബത്തായ കെ ആപ്കി ഇസ് തൈലി ബച്ചോം കോ പക്കടനെ കെ ലിയേ ഹേ. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഈ സഞ്ചി കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന്. പിന്നെ കാബൂളിവാല മുന്നിയുടെ ആ സംശയമൊക്കെ തീർത്ത് കൊടുത്തിട്ടുണ്ടാകും അല്ലേ. അവസാനം രണ്ടുപേരും ശുക്രിയ എന്ന് പറഞ്ഞ് പിരിയുന്നു. കാബൂളിവാല ശുക്രിയ എന്ന് പറഞ്ഞു, നന്ദി പറഞ്ഞു. മുന്നിയും നന്ദി പറഞ്ഞു. നമുക്ക് ഏറ്റവും ചുരുക്കി ഇത്രയും കൂടി നിങ്ങൾ എഴുതണം. നമുക്കതിൽ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം. മുന്നിൽ സാധനം വാങ്ങുന്നതായിട്ട് ചേർക്കാം, പിന്നെ മറ്റു സംസാരങ്ങളൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഇത്രയെങ്കിലും നിങ്ങൾ എഴുതണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. मुन्नी शादी के कपड़े और ज़ेवरात पहने हुए आई। उसे देखते ही रहमत को एकाएक एहसास हुआ कि उसकी लड़की भी इतनी दिनों में बड़ी हो गई होगी। इन 7 बरसों में उसको क्या हुआ? बच्चों, इस कहानी को आगे बढ़ाइए. നമ്മൾ പറഞ്ഞു, മുന്നി കാബൂളിവാല ജയിലിൽ മോചിതനായി വന്നപ്പോൾ, മുന്നിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ മുന്നിയുടെ വിവാഹ ദിവസമായിരുന്നു. മുന്നി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച്, വിവാഹ ആഭരണങ്ങളൊക്കെ ധരിച്ച്, വിവാഹ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമാണ് കാബൂളിവാല കാണുന്നത് അല്ലേ. അങ്ങനെ കണ്ടപ്പോൾ ഈ കാബൂളിവാലക്ക് ആകെ ടെൻഷനായി. കാരണം അദ്ദേഹത്തിൻ്റെ ഈ മുന്നിയുടെ അതേ പ്രായമുള്ള ഒരു മകള് കാബൂളിവാലക്കുണ്ട് അല്ലേ. ഈ 7 വർഷമായിട്ട് അദ്ദേഹം ജയിലിലാണ്. ഈ ജയിലിൽ കിടന്ന ഈ സമയത്ത് ഈ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നെ നമ്മോട് പറയണം, ബച്ചോ ഇസ് കഹാനി കോ ആകെ ബഡായിയേ. ഈ കഥയുടെ ബാക്കി ഭാഗം നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എഴുതി നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവന അനുസരിച്ച് എഴുതാം. ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് തരാം. നിങ്ങൾ എഴുതി വെക്കുക. മുന്നിക്കോ ദേഖ് കർ കാബൂളിവാല ഘബരാ ഗയി. മുന്നിയെ കണ്ടപ്പോൾ കാബൂളിവാലക്ക് ആകെ ബേജാറിലായി, ആകെ ടെൻഷനായി, ആകെ ഒരു പരിഭ്രമം വന്നു. ഉസ്കോ അപ്പിനി ബേട്ടിക്കോ യാദ് ആയി. കാബൂളിവാലക്ക് തൻ്റെ മകളെ ഓർമ്മ വന്നു. വോ ജൽദി ഹി അപ്പിനി ഘർ ലൗട്ട. അദ്ദേഹം പെട്ടെന്ന് തന്നെ തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. തൻ്റെ നാട് എന്ന് പറഞ്ഞാൽ കാബൂളിലേക്ക് മടങ്ങിപ്പോയി. അപ്പിനെ ഘർമേ പഹുഞ്ച് കർ അപ്പിനി ബേട്ടിക്കോ ദേക്ക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ മകളെ കണ്ടു. വോ ഭി മുന്നിക്ക് തരാ ബഡി ഹോ ഗയി. ആ സമയത്ത് ഈ കാബൂളിവാലയുടെ കുട്ടിയും മുന്നിയെപ്പോലെ വലിയ ആളായിരുന്നു, വലിയ കുട്ടിയായിരുന്നു. കൈ സാൽ കെ ബാദ് റഹ്മത്ത് അപ്പിനി ബീവി और बेटी को देखकर बड़ी खुश हुआ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജയിൽവാസമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. റഹ്മത്ത് അപ്പിനി ബേട്ടിക്ക് ഷാദി കരായി. റഹ്മത്ത് തൻ്റെ മകളുടെ വിവാഹമൊക്കെ കഴിപ്പിച്ചു. മുന്നിയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞല്ലോ, അതേപോലെ റഹ്മത്ത് തൻ്റെ മകളുടെ വിവാഹമൊക്കെ കഴിപ്പിച്ചു. പിർ വോ അപ്പിനി ബീവി ബേട്ടിക്ക് സാത്ത് ജിന്ദഗി ഗുസാരി. പിന്നീടുള്ള കാലം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിച്ചു കൂട്ടി. ഇത് ഞാൻ എൻ്റെ ഒരു ഭാവന അനുസരിച്ച് എഴുതിയതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവന അനുസരിച്ച് എഴുതാം. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഇതെങ്കിലും എഴുതി വെക്കണം. അടുത്തത് ചോദ്യം, റഹ്മത്ത് और मुन्नी की उम्र में ज़मीन आसमान का फ़र्क था. यह जुमले और से पढ़िए. इसमें ज़मीन आसमान का फ़र्क होना एक मुहावरा है. उसका मतलब क्या है? उसकी मदद से चंद जुमला तैयार कीजिए. നമ്മോട് പറയുന്നത്, റഹ്മത്ത് और मुन्नी की उम्र में ज़मीन आसमान का फ़र्क था. ഈ വാക്ക് നിങ്ങൾ ആ കഥയിൽ കേട്ടിട്ടുണ്ട് അല്ലേ. റഹ്മത്ത് എന്ന് പറഞ്ഞ കാബൂളിവാലയുടെയും മുന്നിയുടെയും പ്രായം ജമീൻ ആസ്മാൻ കാ ഫറക്ക്, ഭൂമിയും ആകാശവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഭൂമിയും ആകാശവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? സാധാരണ നമ്മൾ പറയാറുള്ള ഒരു പഴഞ്ചൊല്ലാണ്. ഒരു പഴഞ്ചൊല്ലെന്ന് പറഞ്ഞുകൂടാ, ഒരു മുഹാവിറ, ഒരു
നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ പറയാറില്ലേ, അതുപോലുള്ളൊരു പഴഞ്ചൊല്ലാണ് ജമീൻ ആസ്മാൻ കാ ഫറക്ക് ഹേ എന്ന് പറഞ്ഞത്. ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത്. എന്താണ് സംഭവം? എന്താണ് ഈ ജമീൻ ആസ്മാൻ കാ ഫറക്ക് ഹേ എന്ന് പറയുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? വലിയ വ്യത്യാസമുണ്ട് എന്നാണ്, അല്ലേ? ജമീൻ ആസ്മാൻ കാ ഫറക്ക് സെ മുറാദ് ഹേ കെ ബഹുത്ത് ബഡാ ഫറക്ക് ഹേ. ബഹുത്ത് ബഡാ ഫറക്ക്, വലിയ വ്യത്യാസമുണ്ട്. ഇനി നമ്മോട് അതിന് ഉദാഹരണം പറയാൻ പറഞ്ഞു, അല്ലേ? ഉദാഹരണം ഉസ്കി മദദ് സെ ചെത് ജുംല തയ്യാർ കീജിയെ, അത് ഉപയോഗിച്ചൊരു വാക്ക് തയ്യാറാക്കാൻ പറഞ്ഞു. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്രായം നല്ല വ്യത്യാസമുണ്ടെന്ന് നമുക്ക് പറയാം, അല്ലേ? ഷൗഹർ ഔർ ബീവി ക ഉമ്ർ മേ ജമീൻ ആസ്മാൻ കാ ഫർക്ക് ഹേ. നമുക്ക് വേറെ ഒരുപാട് ഉദാഹരണം എഴുതാം. ഷൗഹർ എന്ന് പറഞ്ഞ ഭർത്താവ്, ബീവി എന്ന് പറഞ്ഞ ഭാര്യ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്രായം തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട്. നമുക്ക് അങ്ങനെ എഴുതാം. ഇനി നമുക്കിതിൽ ചെറിയ വൺ വേർഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഉള്ളത് എന്താണ് നമുക്ക് നോക്കാം. കഹാനി കാബൂളിവാല കിസ്നെ ലിഖ. കാബൂളിവാല എന്ന കഥ ആരാണ് എഴുതിയത്? അറിയാലോ, ആരാണ് എഴുതിയത്? കാബൂളിവാല രവീന്ദ്രനാഥ് ടാഗോർ കി കഹാനി ഹേ. കാബൂളിവാല ആരുതാണ്? രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കഥയാണ്. അടുത്ത ചോദ്യം, റഹ്മത്ത് കിസ് കഹാനി കാ കിർദാർ ഹേ. റഹ്മത്ത് ഏത് കഥയിലെ കഥാപാത്രമാണ്? ഇത് പരീക്ഷയ്ക്ക് വൺ വേർഡായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കാബൂളിവാല, ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് നമുക്കറിയാം. പക്ഷേ നിങ്ങൾ ഓർത്ത് വെക്കണം, കാബൂളിവാലയ്ക്ക് കിർദാർ ഹേ. റഹ്മത്ത് കാബൂളിവാലയിലുള്ള എന്ന കഥയിലെ കഥാപാത്രമാണ്. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, കാബൂളിവാല അപ്പിനെ ഗാവും കാബൂൾ വാപ്പസ് ഗയ. കാബൂളിവാല തൻ്റെ ഗ്രാമമായ കാബൂളിലേക്ക് മടങ്ങിപ്പോയി. ഘർ പഹുഞ്ച് കർ മുന്നിക്കോ യാദ് ആയി. അദ്ദേഹം വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന് നമ്മുടെ മുന്നിയെക്കുറിച്ച് ഓർമ്മ വന്നു. വോ മുന്നിക്ക് നാം പർ ഏക് ഹത്ത് ലിഖ്ന ചാഹ്താ ഹെ. അദ്ദേഹം മുന്നിക്കൊരു കത്തെഴുതാൻ തീരുമാനിച്ചു. ബച്ചോ മുന്നിക്ക് നാം പർ കാബൂളിവാല കാ ഹത്ത് തയ്യാർ കീജിയെ. കാബൂളിവാല മുന്നിക്ക് എഴുതുന്ന ആ കത്ത് നമ്മോട് തയ്യാറാക്കാനാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു കത്ത് എഴുതുമ്പോൾ ഒരു ബോക്സിൽ ഒരു ചതുരക്കള്ളി വരച്ചിട്ട് അതിൽ ആണ് എഴുതേണ്ടത്. വലതുവശത്ത് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ സ്ഥലം നമുക്കറിയാമല്ലോ, എന്താണ്? കാബൂൾ, അല്ലേ? പിന്നെ ഡേറ്റ് എഴുതുക. ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് എഴുതുക, അല്ലേ? 28 27 ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾക്ക് എഴുതാം. പിന്നെ മാസം സെപ്റ്റംബറിന് ഉറുദുവിൽ നമ്മൾ സിതംബർ എന്നാണ് പറയുക. പിന്നെ 2021 വർഷം, അല്ലേ? 2021 വർഷം, അത് അവിടെ എഴുതുക. അതിനുശേഷം നമ്മൾ കത്ത് എഴുതുമ്പോൾ ആദ്യം ഒരു അഭിസംബോധന വേണം, അല്ലേ? എങ്ങനെയാണ് അഭിസംബോധന ചെയ്യാം? മേരി പ്യാരി മുന്നി. ഇവിടെ കാബൂളിവാല മുന്നിക്കാണ് എഴുതുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുന്നി, ആദാബ് വ തസ്ലീമാത്ത്, നമസ്കാരം. നമ്മൾ കത്ത് എഴുതുമ്പോൾ നമ്മൾ സാധാരണ മലയാളത്തിൽ എഴുതാറില്ലേ, നമസ്കാരം, അല്ലേ? അങ്ങനെ എഴുതാം. ആദാബ് വ തസ്ലീമാത്ത് എന്നെഴുതി, നമസ്കാരം. ഇനി കത്ത് തുടങ്ങാണ്. തും കൈസി ഹോ ബേട്ടി. നീ എങ്ങനെയുണ്ട് മോളെ? നിനക്ക് എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? മേ ടീക്ക് ഹൂം. എനിക്കിവിടെ സുഖം തന്നെയാണ്. മേം കാബൂൾ പർ പഹുഞ്ച് ഗയ. ഞാൻ എവിടെ എത്തിയിട്ടുണ്ട്? ഞാൻ കാബൂളിലാണ് ഉള്ളത്. ഞാൻ കാബൂളിൽ എത്തിയിട്ടുണ്ട്. എനിക്കിവിടെ സുഖമാണ്, നിനക്കവിടെ സുഖം തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. തുമാരി ബഹുത്ത് യാദ് ആയി. നിന്നെക്കുറിച്ച് എനിക്കെപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. നിന്നെക്കുറിച്ച് ഞാൻ ഓർത്തു. ഇസ്ലിയെ ഹത്ത് ലിഖ്താവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കത്ത് എഴുതുന്നത്. തുമാരെ ഗർവാലെ ഹൈരത് ഹേന. നിൻ്റെ വീട്ടുകാർക്കൊക്കെ സുഖം തന്നെയല്ലേ? മേരി ബേട്ടി തുംസെ മില്ലാ ചാഹത്തി ഹേ. എൻ്റെ മോളെ, എനിക്ക് നിന്നെ കാണാൻ താല്പര്യമുണ്ട്. ഘർവാലോംസെ മേരാ സലാം കഹിന. നിൻ്റെ വീട്ടുകാരോടൊക്കെ എൻ്റെ സലാം പറയണം. അഗലെ മഹീനെ ഹിന്ദുസ്ഥാൻ ആവുക. ഞാൻ അടുത്ത മാസം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിർ മിലേഗെ, നമുക്ക് പിന്നെ കാണാം. പ്യാരെ കാബൂളിവാല. ഇടതുവശത്ത് പ്യാരെ, പ്രിയപ്പെട്ട, അല്ലെങ്കിൽ സ്നേഹത്തോടെ, പ്യാർസെ, അല്ലേ? സ്നേഹത്തോടെ കാബൂളിവാലയാണ് എഴുതുന്നത് എന്ന് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ഈ പഠന പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത്, ഇപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ ഈ കാബൂളിവാല എന്ന ഈ ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാവരും എത്രയും പെട്ടെന്ന് നോട്ട് ചെയ്ത് കാണിക്കുക.
എല്ലാവർക്കും നന്ദി, ശുക്രിയ, ഹുദാ ഹാഫിസ്.